Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Your first question is, okay, arrange the evolution of the following social media platforms in chronological order from past to present. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിന് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ടിക്ടോക്ക്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. ഓക്കെ, ഇവയെ നമുക്ക് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്തോളൂ. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ, എന്നാ കറക്റ്റ് ആൻസറിലേക്ക് പോവാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, CEBDA. ഓക്കെ, ആദ്യം ഏതാ വന്നത്? ഫേസ്ബുക്ക് ആണല്ലേ? ഫേസ്ബുക്ക് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം ഇതില് ടിക്ടോക്ക് ആണ് അവസാനം വന്നത് എന്ന് അറിയില്ലേ? ടിക്ടോക്ക് അറിയില്ലേ എല്ലാവർക്കും? ഇതില് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അറിയില്ലേ? യെസ്, അറിയാം. സോ നമുക്കറിയാം ടിക്ടോക്ക് ആണ് അവസാനം വന്നത് എന്നുള്ളത് അറിയാം. ആൻഡ് ഇന്ത്യയിൽ അത് ബാൻഡ് ആണ് എന്നുള്ളതും അറിയാം അല്ലെ? അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കിക്കാണെങ്കിൽ ടിക്ടോക്ക് ലാസ്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഡി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ ചെയ്യാൻ കഴിയും, കിട്ടും. നമുക്ക് 2 മാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്കതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോകാം. ഫേസ്ബുക്ക് 2004ലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മാർക്ക് സുക്കർബർഗ്. മാർക്ക് സുക്കർബർഗ് ആണ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ആ പേര്. ആൻഡ് ഇറ്റ് വാസ് റീബ്രാൻഡഡ് ടു മെറ്റ പ്ലാറ്റ്ഫോം ഇൻ 2021. 2004 അത് ലോഞ്ച് ചെയ്തു മാർക്ക് സുക്കർബർഗ്, ആൻഡ് 2021 മെറ്റ പ്ലാറ്റ്ഫോമിലേക്ക് റീബ്രാൻഡ് ചെയ്തു ഫേസ്ബുക്ക്. ഓക്കെ, ദെൻ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പം യൂട്യൂബ് ലോഞ്ച് ചെയ്തത് 2005ലാണ്. ഫൗണ്ടഡ് ബൈ സ്റ്റീവ് ചെൻ, ചഡ് ഹാർലി ആൻഡ് ജാവേദ് കരീം. ഓക്കെ, ഇവർ 3 പേരും കൂടിയാണ് യൂട്യൂബ് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് അത് 2005ലാണ് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് അക്വയർഡ് ബൈ ഗൂഗിൾ ഇൻ 2006. 2006 ഗൂഗിൾ അതിനെ അക്വയർ ചെയ്യുന്നത്, അതിനെ വാങ്ങി. ഓക്കെ, ദെൻ ട്വിറ്റർ 2006ലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഫൗണ്ടഡ് ബൈ ജാക്ക് ഡോർസി, നോഹ ഗ്ലാസ് ആൻഡ് ബിസ്റ്റോൺ ആൻഡ് എവാൻ വില്യംസ്. ഇവർ 4 പേരും കൂടിയാണ് ട്വിറ്റർ ഫൗണ്ട് ചെയ്യുന്നത് ഇൻ 2006. 2023 ആയപ്പോ ഇലോൺ മസ്ക് അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തു, അത് വാങ്ങി റീബ്രാൻഡ് ചെയ്തു. ട്വിറ്ററിനെ എക്സ് എന്നുള്ള പേരിലാണ് ഇപ്പൊ ട്വിറ്റർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ട്വിറ്റർ ഇപ്പൊ അറിയപ്പെടുന്നത് എക്സ് എന്നുള്ള പേരിലാണ്. 2023ലാണ് ഇത് റീബ്രാൻഡ് ചെയ്ത് എക്സ് എന്നുള്ള പേരിൽ അറിയുന്നത്. ഓക്കെ, എലോൺ മസ്ക് ആണ് ഇത് വാങ്ങിയത്. എലോൺ മസ്കിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ എലോൺ മസ്ക്? ആരാണ് എലോൺ മസ്ക്? സ്പേസ് എക്സ്, യെസ്. പിന്നെ ടെസ്ല, വെരി ഗുഡ്, വെരി ഗുഡ്. ടെസ്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിലെ സിഇഒ ആണ്. യെസ്, സ്പേസ് എക്സ്, സ്പേസ് എക്സ്പ്ലോറേഷൻ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സിന്റെ സിഇഒ ആണ് അല്ലെ? ഒരു സൗത്ത് ആഫ്രിക്കൻ എന്റർപ്രനോർ ആണ് എലോൺ മസ്ക്. ഓക്കെ, എലോൺ മസ്ക് ആണ് ഇപ്പോഴത്തെ ട്വിറ്റർ അഥവാ എക്സിന്റെ ഓണർഷിപ്പ്. ഓക്കെ, സിഇഒ. ഓക്കെ, ദെൻ ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 2010ലാണ്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ കെവിൻ സിസ്ട്രോം ആൻഡ് മൈക്ക് ക്രിഗറും കെവിൻ സിസ്ട്രോമും കൂടിയാണ് ഇൻസ്റ്റഗ്രാം ഫൗണ്ട് ചെയ്യുന്നത് 2010ലാണ്. ആൻഡ് 2012 അത് ഫേസ്ബുക്ക് മെറ്റ, ഓക്കെ, അത് അക്വയർ ചെയ്തു. 2012ലാണ് ഫേസ്ബുക്ക് എന്ന മെറ്റ അതിനെ അക്വയർ ചെയ്തത്, ഇൻസ്റ്റഗ്രാമിനെ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ടിക്ടോക്ക് ആണ്. 2016ലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് അത് ടിക്ടോക്കിന്റെ ആ ഒരു ആപ്പ് ഒക്കെ വരുന്നത് 2016ലാണ്. പക്ഷേ ഗ്ലോബൽ ലോഞ്ച്, ഒരു ഇന്റർനാഷണൽ ലോഞ്ച് വരുന്നത് 2017ലാണ്. അപ്പൊ നിങ്ങൾക്ക് ചില സ്ഥലത്ത് 2017ഉം ചില സ്ഥലത്ത് 2016ഉം കാണാം. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവരുത്. ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ബൈറ്റ് ഡാൻസ് എന്ന കമ്പനിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫൗണ്ടഡ് ബൈ സാങ് യിമിങ്.
സാങ് ഗെയിമിംഗ് ഒരു ചൈനക്കാരനാണ്. ഓക്കെ. ആൻഡ് ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ബാൻഡ് ആണ്. 2020 ബാൻഡായി. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്. അതിന്റെ വർഷങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? ഫേസ്ബുക്ക് 2004, യൂട്യൂബ് 2005, ട്വിറ്റർ 2006, ഇൻസ്റ്റഗ്രാം 2010, ടിക്ടോക്ക് ലാസ്റ്റിൽ വരുന്നത് 2016. അപ്പൊ നമ്മളെ കറക്റ്റ് ഓർഡർ എങ്ങനെ വരും? ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ആൻഡ് ലാസ്റ്റ് ടിക്ടോക്ക്. ഓക്കെ. മെറ്റ മെറ്റ എന്ന അത് മെറ്റ എന്നുള്ളത് ഒരു പേരാണ്. ഫേസ്ബുക്ക് മെറ്റ എന്നുള്ള പേരിലേക്ക് ഫേസ്ബുക്കിന്റെ പാരന്റ് ബ്രാൻഡ് നെയിം മാറ്റിയിട്ട് മെറ്റ എന്നുള്ള പേരാക്കി മാറ്റിയതാണ്. ഓക്കെ. ആദ്യം facebook.inc എന്നായിരുന്നു. ഇപ്പോ meta.inc, മെറ്റ പ്ലാറ്റ്ഫോം .inc. ഓക്കെ, ക്ലിയർ? റീനെയിം ചെയ്തു, റീബ്രാൻഡഡ്. ഓക്കെ, പേര് മാറ്റി, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആൻഡ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹിയർ വി ഗോ. Second question, arrange the following according to evolution of music players in chronological order from past to present. ഇതും chronologically arrange ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മ്യൂസിക് പ്ലെയേഴ്സിന്റെ എവല്യൂഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ. ഓഡിയോ കാസറ്റ്, CD, റേഡിയോ, ഗ്രാമഫോൺ, DVD. ഓഡിയോ കാസറ്റ്, CD, റേഡിയോ, ഗ്രാമഫോൺ, DVD. ഇതിനെ chronologically arrange ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എല്ലാവരും ബി ആണ് പറയുന്നത്. ഇതിലും നമുക്ക് അതുപോലെ ഓപ്ഷനിൽ നോക്കിയാൽ നമുക്കറിയാം. ഇതില് ഇപ്പൊ ഓഡിയോ കാസറ്റ്, CD, റേഡിയോ, ഗ്രാമഫോൺ, ഇതില് ഏറ്റവും ലാസ്റ്റ് വരുന്നത് DVD ആണ്. അല്ലേ? DVD ആണ് ലാസ്റ്റ് വരുന്നത്. DVD എന്ന് ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഒരൊറ്റൊന്നേ ഉള്ളൂ. അത് ബി ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മള് അതിന്റെ എക്സ്പ്ലനേഷൻ പോവാം. ഗ്രാമഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 19th സെഞ്ചുറിയിലാണ്. പ്രിസൈസ് ആയിട്ട് പറയുമ്പോൾ 1887, അറൌണ്ട് 1887. ഓക്കെ. എമീൽ ബെർലിനർ ആണ് ഗ്രാമഫോൺ ഇൻവെന്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗ്രാമഫോൺ? കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലേ? പാട്ട് കേട്ടിട്ടുണ്ടോ ഗ്രാമഫോണില്? ഓ, നോ. ഓക്കെ. സോ ഗ്രാമഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 19th സെഞ്ചുറിയിലാണ്, 1887. ഓക്കെ, അറൌണ്ട് 1887 എമീൽ ബെർലിനർ ആണ് ഗ്രാമഫോൺ ഇൻവെന്റ് ചെയ്യുന്നത്. ദെൻ റേഡിയോനെ കുറിച്ച് പറയുമ്പോൾ അത് പോപ്പുലർ ആകുന്നത് 20th സെഞ്ചുറിയിലാണ്. 1895 ഇതിന്റെ ഫസ്റ്റ് സിഗ്നൽ ട്രാൻസ്മിഷൻ വരുന്നത്. ആൻഡ് ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത്? മാർക്കോണി അല്ലേ? നമുക്കറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള നെയിമാണ് മാർക്കോണി. ഓക്കെ. ദെൻ ഓഡിയോ കാസറ്റ് ഇൻവെന്റ് ചെയ്യുന്നത് 1963 ഇൻവെന്റഡ് ബൈ ല്യൂ ഓട്ടൻസ് ആൻഡ് ഹിസ് ടീം അറ്റ് ഫിലിപ്സ്. നിങ്ങൾ ഫിലിപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫിലിപ്സ്, സോണി, ടോഷിബ, നമ്മുടെ ഓരോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ മുകളിൽ കാണും ഫിലിപ്സ്. കേട്ടിട്ടില്ലേ? യെസ്. അപ്പോ ഓഡിയോ കാസറ്റ് ഇൻവെന്റ് ചെയ്യുന്നത് 1963 ഇൻവെന്റഡ് ബൈ ല്യൂ ഓട്ടൻസ് ആൻഡ് ഹിസ് ടീം അറ്റ് ഫിലിപ്സ്. ഓക്കെ. ദെൻ CD, compact disc. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഏർലി 1982. 1982 CD ഇൻവെന്റ് ചെയ്യുന്നത്. ഡെവലപ്ഡ് ബൈ ഫിലിപ്സ് ആൻഡ് സോണി. ഫിലിപ്സും സോണിയും ആ രണ്ട് ബ്രാൻഡുകളാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVDന്റെ ഫുൾ ഫോം. ഓർത്ത് വെക്കുക. DVD അത് ഇൻവെന്റ് ചെയ്യുന്നത് 1997 ഡെവലപ്ഡ് ബൈ ടോഷിബ, സോണി. ക്ലിയർ?
അപ്പൊ നമ്മള് ക്രൊണോളജി നോക്കുമ്പോൾ ഗ്രാമഫോൺ ഫസ്റ്റ് വരും, പിന്നെ റേഡിയോ വരും, ഓഡിയോ കാസറ്റ്, സി ഡി, ദെൻ ലാസ്റ്റ് വൺ DVD. ഓക്കെ, സിമ്പിൾ ആണല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്ലൈഡ് ഇതാണോ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സ്ലൈഡ്? ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻ. Third question, which one of the following does not pertain to 4 C's of successful writing? നമ്മൾ 7 C's of effective communication പഠിച്ചിട്ടുണ്ട് അല്ലെ? 7 C's of effective communication ഏതൊക്കെയായിരുന്നു? 7 C's of effective communication ഒന്ന് ടൈപ്പ് ചെയ്യൂ. 7 C's of effective communication. യെസ്, വരട്ടെ വരട്ടെ. Concise, then clear, complete, ടൈപ്പ് ചെയ്യൂ. ഏതൊക്കെയായിരുന്നു 7 C's ഓഫ്? നമുക്ക് ചോദിച്ചത് സക്സസ്ഫുൾ റൈറ്റിംഗിന്റെ 4 C's ആണ്, പക്ഷേ ഇത് പറയൂ. യെസ്, ക്ലാരിറ്റി, കൺസൈസ്നെസ്, കോൺക്രീറ്റ്, കറക്റ്റ്, കോഹിറൻസ്, കംപ്ലീറ്റ്നെസ്, കേർട്ടസി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ ഇത് പറയൂ, 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ് ഏതൊക്കെയാണ് ഇതില്? സോറി, ഇതില് 4 C's വരാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് പെർറ്റെയിൻ ടു 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ്? സക്സസ്ഫുൾ റൈറ്റിംഗില് 4 C's വരാത്തത് ഏതാണ്? കൺസൈസ് ആണോ, കണക്ട് ആണോ, ക്ലിയർ ആണോ, കറക്റ്റ് ആണോ? വെരി സിമ്പിൾ അല്ലേ? ആൻഡ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കണക്ട്. ഓക്കെ, കണക്ട് ആണ് 4 C's വരാത്തത്. ഓക്കെ, ദ 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ്: ക്ലിയർ, കൺസൈസ്, കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. ഇത്രയാണ് 4 C's. ഓക്കെ, ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഫക്റ്റീവ് റൈറ്റിംഗിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇതൊക്കെ. നമുക്ക് പെട്ടെന്ന് ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതൊക്കെയുള്ള ഒരു ടെക്സ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എഫക്റ്റീവ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ഒരു ടെക്സ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റീഡർക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആകുന്ന തരത്തില്, മനസ്സിലാകുന്ന തരത്തില് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, അധികം വളഞ്ഞു തിരിഞ്ഞ് പറയാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് വൊക്കാബുലറി യൂസ് ചെയ്തിട്ട് സിമ്പിൾ വേർഡ്സിൽ ലോജിക്കൽ സെന്റൻസ് അറേഞ്ച്മെന്റിൽ നമ്മൾ അത് എഴുതണം. ഓക്കെ, ക്ലിയർ ആയിട്ട് എഴുതണം, ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് എഫക്റ്റീവ് വർക്ക്. ഓക്കെ, അധികം വളഞ്ഞു തിരിഞ്ഞ് പറയാതെ നമുക്ക് പറയാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, ദെൻ കൺസൈസ്നെസ് എന്ന് പറഞ്ഞാല് എന്താ? നമുക്ക് ഒരു മെസ്സേജിന്റെ അതിന്റെ ആ ഒരു മീനിങ് അതിൽ സാക്രിഫൈസ് ചെയ്യാതെ ഒരുപാട് വേർഡ്സിൽ പറയാതെ പ്രിസൈസ് ആയിട്ട് പറയാം. ചുരുങ്ങിയ വേർഡ്സിൽ നമ്മുടെ കാര്യം പറയാനുള്ളത് പറയാം. അതിനാണ് കൺസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് പറയണം. നമ്മളൊരു ഐഡിയ ആണ് ഇപ്പോ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഐഡിയ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് പറയണം. ഓക്കെ, അതാണ് കംപ്ലീറ്റ്. ദെൻ കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അതിലൊരു ഗ്രാമർ മിസ്റ്റേക്കോ ഒരു ഫാക്ച്വൽ മിസ്റ്റേക്കോ ഒന്നും വരാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിരിക്കണം. ഓക്കെ, അത്രയാണ് ക്ലിയർ, കൺസൈസ്, കംപ്ലീറ്റ്, കറക്റ്റ്. ഇത്രയാണ് 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ്. ഓക്കെ അല്ലേ? ഓക്കെ, the next question, fourth question, which one among the following is not a barrier to communication? നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സിനെ കുറിച്ച് പഠിച്ചതാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ among the following is not a barrier to communication? എയും ബിയും എല്ലാം ഉണ്ടല്ലോ.
ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് NT 8 എന്നുള്ളത് ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്താണെന്നറിയോ? ഇതെല്ലാം ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നതാണ്. ഓർഗനൈസേഷനിലും പേഴ്സണലും കൾച്ചറലും ലിംഗ്വിസ്റ്റിക്സും എല്ലാം എല്ലാം ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് NT 8 എന്ന് അറിയില്ല. പക്ഷെ NT ഇതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്, ആൻസർ കീയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ NT ആൻസർ കീയില് ഇതില് പേഴ്സണൽ എന്നാണ്. പേഴ്സണൽ ആണ്. ഇറ്റ്സ് നോട്ട് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യുന്ന, ഒബ്സ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഓക്കെ, അതിൽ നമുക്ക് വരുന്നതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് വരുന്നുണ്ട്, സെമാൻറ്റിക് ബാരിയേഴ്സ് വരുന്നുണ്ട്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ടെക്നിക്കൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്. ഓക്കെ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ്. അതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് പ്രജുഡൈസ്, ഡിസ്ഇൻട്രസ്റ്റ്, ഇൻഅറ്റൻഷൻ. ഈ മൂന്നെണ്ണം PYQ ചോദിച്ചതാണ് കേട്ടോ. PYQ ഫിസിക്കൽ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതാന്നുള്ള ചോദിച്ചതാണ് PYQ. പ്രിജുഡൈസ്, ഡിസ്ഇൻട്രസ്റ്റ്, ഇൻഅറ്റൻഷൻ. ഓക്കെ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ദെൻ സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു ലാംഗ്വേജ്, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. ലൈക്ക് യൂസ് ഓഫ് ജാർഗൺസ്. ജാർഗൺസ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? കേട്ടിട്ടുണ്ടോ ജാർഗൺസ്? അറിയോ? ജാർഗൺസ് എന്ന് വെച്ചാല് ഇറ്റ്സ് സ്പെഷ്യൽ വേർഡ്സ് ഹാവിങ് സ്പെഷ്യൽ മീനിങ്സ്. അത് പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ജാർഗൺസ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ രണ്ട് പോലീസുകാർ സംസാരിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ജാർഗൺസ് യൂസ് ചെയ്യും. അവരുടെ വർക്ക് പ്ലേസിൽ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതിന് ഒരു സ്പെഷ്യൽ മീനിങ്സും ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അതിനെയാണ് ജാർഗൺസ് എന്ന് പറയുന്നത്. വേർഡ്സ് ഹാവിങ് സ്പെഷ്യൽ മീനിങ്സ്. ഓക്കെ, ആൻഡ് അത് സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ വയലേഷൻ ഓഫ് ഗ്രാമർ റൂൾസ്, അതും സെമാൻറ്റിക് ബാരിയേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി പോളിസി, സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ ടെക്നിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ, നെറ്റ്വർക്ക് ഫെസിലിറ്റീസ്. ഓക്കെ, ടെക്നിക്കൽ ബാരിയേഴ്സ് ഇപ്പൊ നമുക്ക് വൈഫൈ കിട്ടാത്തത്, നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്നതൊക്കെ ടെക്നിക്കൽ ബാരിയേഴ്സിൽ വരും. ഓക്കെ, ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് വർക്ക് പ്ലേസ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ, നോയിസ്. നോയിസ് ഇമ്പോർട്ടന്റ് ആണ്. നോയിസ് ഒരു ഫിസിക്കൽ ബാരിയർ ആണ്. ഓക്കെ, നോയിസ്, ആർക്കിടെക്ചർ, ടൈം, ഡിസ്റ്റൻസ്, ഇതെല്ലാം ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ്. ദെൻ പേഴ്സണൽ ബാരിയേഴ്സ്. പേഴ്സണൽ ബാരിയേഴ്സ് ആണ് പ്രിജുഡൈസ്, ഫിയർ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ലാക്ക് ഓഫ് നോളജ്, ഫെയിലിയർ ടു റെസ്പോണ്ട്, സെലക്റ്റീവ് അറ്റൻഷൻ. ഇത്രയാണ് പേഴ്സണൽ ബാരിയേഴ്സ്. ഓക്കെ, പ്രിജുഡൈസ്, പ്രിജുഡൈസ് എന്താണെന്നാണോ? നമ്മളെ മുൻധാരണ, യാ അതന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് കോമ്പിനേഷൻ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ റൈറ്റ് കോമ്പിനേഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഓപ്ഷൻ എ, ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ടേക്സ് ലിറ്റിൽ ടൈം ആൻഡ് എഫേർട്ട്. മിത്ത്, അതൊരു മിത്താണെന്നാണ് പറയുന്നത്. ഓൾ ബൈലിംഗ്വൽസ് ഈസിലി മെയിൻറ്റെയിൻ ബോത്ത് ലാംഗ്വേജ്. ട്രൂ, അതൊരു ട്രൂ സെന്റൻസ് ആണെന്ന് പറയുന്നു. സി, ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ടേക്സ് ലിറ്റിൽ ടൈം ആൻഡ് എഫേർട്ട്. അത് ട്രൂത്ത് ആണെന്ന് പറയുന്നു. ഓൾ ബൈലിംഗ്വൽസ് ഈസിലി മെയിൻറ്റെയിൻ ബോത്ത് ലാംഗ്വേജ്. മിത്ത്. ഇവിടെ നമുക്ക് രണ്ട് സെന്റൻസ് ആണുള്ളത്. അത് മിത്താണോ ട്രൂ ആണോ എന്നുള്ളത് പറയാനാണ്. ആൻസർ ഏത് വരും?
Correct answer is option A and D. Learning second language takes little time and effort. അതൊരു മിത്താണ്. ആൻഡ് ഓൾ ബൈലിംഗ്വൽസ് ഈസിലി മെയിൻറ്റെയിൻ ബോത്ത് ലാംഗ്വേജ് എന്നുള്ളതും മിത്താണ്. ഓക്കെ, അപ്പം നമുക്ക് പറയുമ്പോൾ ലേണിംഗ് സെക്കൻഡ് ലാംഗ്വേജ്, നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുകയാണ്, പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊരു മിത്താണ്. എന്താ കാര്യം? നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ. ഒരാള് അത് ഒരാള് അത് ആരാണോ പഠിക്കുന്നത് അയാൾ അനുസരിച്ചിരിക്കും. അയാൾ എത്ര സമയം എടുത്തിട്ടാണ് പഠിക്കുന്നതെന്നോ അല്ലെങ്കിൽ എത്ര എഫേർട്ട്. ചിലർക്ക് ഒരുപാട് സമയം എടുത്തിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് പ്രാക്ടീസ് ആയിട്ട് ഒരുപാട് എക്സ്പോഷർ ആ ഒരു ലാംഗ്വേജിനോട് എക്സ്പോഷർ ആയിട്ട് പഠിക്കേണ്ടി വരും. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. സോ ലേണിംഗ് സെക്കൻഡ് ലാംഗ്വേജ് ടേക്സ് എ ലിറ്റിൽ ടൈം എന്നുള്ളത് ഒരു മിത്താണ്, ട്രൂത്ത് അല്ല. ഓക്കെ, ക്ലിയർ? ദെൻ ഓൾ ബൈലിംഗ്വൽസ് ഈസിലി മെയിൻറ്റെയിൻ ബോത്ത് ലാംഗ്വേജസ്. എന്താണ് ബൈലിംഗ്വൽസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബൈലിംഗ്വൽ? രണ്ട് ഭാഷ അറിയുന്നവർ. യെസ്, എ പേഴ്സൺ ഹു ക്യാൻ ഹാൻഡിൽ ടു ലാംഗ്വേജ്. ഓക്കെ, രണ്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, സ്പീക്ക് ചെയ്യാന്, റൈറ്റ് ചെയ്യാന്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന് ഒക്കെ കഴിയുന്നവരെയാണ് ബൈലിംഗ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് അബൌട്ട് മൾട്ടിലിംഗ്വൽ? പല ഭാഷകൾ അറിയുന്നു. യെസ്, വെരി ഗുഡ്. ഒരുപാട് ഭാഷകൾ, രണ്ടിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരെയാണ് നമ്മൾ മൾട്ടി ലിംഗ്വൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന ഓൾ ബൈലിംഗ്വൽസ് ഈസിലി മെയിൻറ്റെയിൻ ബോത്ത് ലാംഗ്വേജ്. ഓക്കെ, അതൊരു മിത്താണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. ആരാണോ അത് യൂസ് ചെയ്യുന്നത് അവർക്കനുസരിച്ചിരിക്കും. അത് ഒരുപാട് സമയം നമ്മൾ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, റെഗുലർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഒരു ഈക്വൽ ആയിട്ട് പ്രൊഫഷൻ ആവില്ല. ഓക്കെ, പ്രൊഫഷൻസി ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും മിത്താണ്, ട്രൂത്ത് അല്ല. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലാത്തത്? ഇന്ന് എല്ലാ ക്വസ്റ്റ്യനിലും ഒരു നോട്ടാണല്ലേ. നോട്ട് എ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലാത്തത് സ്മാർട്ട് ഫോൺ ആണോ, ന്യൂസ് റീഡർ, ഇമെയിൽ, വാട്സ്ആപ്പ്? ഇതിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലാത്തത്? ഓക്കെ, ആൻസർ കറക്റ്റ് ആൻസർ ഇസ് ന്യൂസ് റീഡർ. ഓക്കെ, നമുക്കറിയാം സ്മാർട്ട് ഫോണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇമെയിൽ ഫോർമൽ ആയിക്കോട്ടെ ഇൻഫോർമൽ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ വാട്സപ്പും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. ആൻഡ് അതിൽ വരുന്നതാണ് ന്യൂസ് റീഡർ. ന്യൂസ് റീഡർ എന്താണ്? ന്യൂസ് റീഡർ ഒരു പാസീവ് ടൂളാണ്. ന്യൂസ് റീഡർ ഒരു ടിവിയിലോ ഒരു റേഡിയോയിലോ ഇരുന്ന് ന്യൂസ് വായിക്കുന്ന ഒരാള്. അയാള് അയാളെ കയ്യിലുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇറ്റ് ഡസൻ എനാബിൾ എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് എ പാസീവ് ടൂൾ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ മേജർ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. ഓക്കെ, ക്ലിയർ? ന്യൂസ് റീഡർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ന്യൂസ് റീഡർ ഒരു പാസീവ് ടൂൾ ആണ്. ഇവിടെ ഇവിടെ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഇതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ സെലക്ടിങ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയ? നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ സെലക്ട് ചെയ്യാണ്. എനിക്കൊരു മെസ്സേജ് പാസ് ചെയ്യണം. എനിക്ക് ആ മെസ്സേജ് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ സെലക്ട് ചെയ്യാണ്. ഞാൻ എന്തൊക്കെയായിരിക്കും നോക്കുക? നോ നീഡ് ടു തിങ്ക് അബൌട്ട് ദ റിസീവർ. ബി, റിലയബിലിറ്റി. സി, ഇറ്റ് ഷുഡ് ബി കോസ്റ്റ്ലി. ഡി, കോൺഫിഡൻഷ്യാലിറ്റി. ഇ, അവൈലബിലിറ്റി. ഇതിൽ ഏതൊക്കെ ക്രൈറ്റീരിയാസ്, ഫാക്ടേഴ്സ് ആണ് ഞാൻ നോക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ?
ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിലയബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഓക്കെ, ഇത്രയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? എ മീഡിയം ഷുഡ് കൺസിസ്റ്റന്റ്ലി ഡെലിവർ ദ മെസ്സേജ് ആക്യുറേറ്റ്ലി ആൻഡ് വിത്തൗട്ട് ഫെയിലിയർ. നമ്മള് ഇപ്പോ ഒരു മെസ്സേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് അത് ഫെയിലിയർ ആവാതെ ആക്യുറേറ്റ് ആയിട്ട് ആ മെസ്സേജ് ഡെലിവർ ആകണം. റിലയബിലിറ്റി, നമ്മൾ അതിനെ അത്രത്തോളം നമുക്ക് വിശ്വാസയോഗ്യമാവണം ആ ഒരു എന്താ കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഓക്കെ, അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മുടെ മെസ്സേജ് അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്ന് വിചാരിക്കുക. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. അപ്പം അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ പ്രൈവസി എൻഷുർ ചെയ്യുന്ന മീഡിയം ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? ബാക്കി ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് കിട്ടാത്ത തരത്തിലുള്ള പ്രൈവസി, നമ്മുടെ ആ ഒരു മെസ്സേജിന്റെ പ്രൈവസിയും പ്രൊട്ടക്ഷനും എൻഷുർ ചെയ്യുന്ന ഒരു മീഡിയം നമ്മൾ തിരഞ്ഞെടുക്കണം. ദാറ്റ് ഇസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ദെൻ അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, നമ്മൾ സൂമിലാണ് ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കും ഈ സൂം ആക്സസിബിൾ ആകണം, നിങ്ങൾക്കും സൂം ആക്സസിബിൾ ആകണം, അവൈലബിൾ ആകണം. ദാറ്റ് ഇസ് അവൈലബിലിറ്റി. ഓക്കെ, ദ മീഡിയം ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ടു ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ വെൻ നീഡഡ്. ഓക്കെ, ഇത്രയാണ് റിലയബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി. നമ്മളൊരു മീഡിയം, കമ്മ്യൂണിക്കേഷൻ മീഡിയം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ? ഓക്കെ, ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സീക്വൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് എ ടു ഡി ദാറ്റ് കറക്റ്റ്ലി ഫിൽസ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്. Radio dash identification system use radio waves to read and capture information stored on a tag, which can be read from several meters away. The dash is made up of dash to store and process data and a dash to receive and transmit data. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം. ഓപ്ഷൻസിലുള്ളത് ടാഗ്, ഫ്രീക്വൻസി, ആന്റിന, മൈക്രോചിപ്പ്. എന്താണ് ടാഗ്? ടാഗ് എന്താണെന്ന് അറിയോ? ടാഗ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ടാഗ് കേട്ടിട്ടുണ്ടോ? RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. RFIDയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്, ഒരു ടൈനി ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ് ടാഗ് എന്ന് പറയുന്നത്. ഈ ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മൈക്രോചിപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതാണ് ടാഗ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? കറക്റ്റ് ആൻസറിലോട്ട് പോവാം. ഓപ്ഷൻ സി, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അതാണ് RFID. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, RFID, use radio waves to read and capture information stored on a tag, which can be read from several meters away. The tag is made up of microchip. ടാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോചിപ്പ് യൂസ് ചെയ്തിട്ടാണ്. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണ്. ഓക്കെ, ടു സ്റ്റോർ ആൻഡ് പ്രോസസ് ഡാറ്റ. ആൻഡ് ആന്റിന, എന്താണ് ആന്റിന? ടു റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ഡേറ്റ. നമ്മളൊരു സിഗ്നൽ അത് റിസീവ് ചെയ്യാനും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഉള്ള സാധനമാണ് ആന്റിന. ഓക്കെ, ആന്റിന എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായില്ല. ആന്റിന എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സിഗ്നല് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യാന്, അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് ആണ് ആന്റിന. ആന്റിന ഉണ്ടാവില്ലേ നമ്മുടെ ഈ റേഡിയോയിലൊക്കെ ഇങ്ങനെ. ഓക്കെ അല്ലേ?
ആ റേഡിയോയിലൊക്കെ സ്റ്റിക്ക് പോലെ ഉണ്ടാകും. അതിങ്ങനെ ആം, എന്താ ഇങ്ങനെ താത്തി വെക്കാനും കഴിയും, ഇങ്ങനെ പൊന്തിക്കാനും കഴിയും. അതങ്ങനെ റേഡിയോ എക്സ്റ്റെൻഡ് സിഗ്നൽ ചെയ്ത് ആ റേഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്യാന് അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ സിഗ്നൽസ്. ഓക്കെ, ആന്റിന. ഓക്കെ, ദെൻ 9th ക്വസ്റ്റ്യൻ ഒക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വി ഹാവ് ബീൻ ഗിവൺ ലിസ്റ്റ് 1 and 2. ലിസ്റ്റ് 1 കുറച്ച് സിറ്റീസ് ആണ്, ലിസ്റ്റ് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് സിറ്റീസിൽ ന്യൂഡൽഹി, പൂനെ, നോയിഡ ആൻഡ് ലക്നൗ. ഇൻസ്റ്റിറ്റ്യൂട്ടില് ഭാരതേന്ദു നാട്യ അക്കാദമി, ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് TV, നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ, ദെൻ ലാസ്റ്റ് വൺ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എവിടെയാണ്, ഏത് സിറ്റീസിലാണ് കാണുന്നത്? And the correct answer is answer option C. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഭാരതേന്ദു നാട്യ അക്കാദമി ലക്നൌവിലാണ്. ഈ ഇത് ഒരു തിയേറ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇൻ ലക്നൌവിലാണ് വരുന്നത്. ആൻഡ് ഈ ഭാരതേന്ദു നാട്യ അക്കാദമി എന്നുള്ള ആ ഒരു പേര് വരുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്നുള്ള ആളെ പേരിനാണ്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഞാൻ കൊടുത്തതേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1975. 1975 ഈ അക്കാദമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ലക്നൌവിലാണ്. ദെൻ ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് TV നോയിഡയിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ, അത് പൂനെയിലാണ് ലൊക്കേറ്റ് ചെയ്തത്. ലാസ്റ്റ് വൺ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSD ഡൽഹിയിൽ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1959 ഓക്കെ, ഭാരതേന്ദു നാട്യ അക്കാദമി ലക്നൌവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് TV നോയിഡ, ദെൻ നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ പൂനെയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അത് ഡൽഹിയിൽ. ഓക്കെ, okay, then last question, 10th question. In dash, each communicating device is connected with every other device in the computer network. നമ്മൾ ഇതിൽ ആൻസർ ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി. ഇതിൽ ഏത് ടോപ്പോളജി ആണ് ഒരു ഡിവൈസ് കമ്മ്യൂണിക്കേറ്റിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു ഡിവൈസ്, ഒരു കമ്പ്യൂട്ടർ അതിന്റെ ഒരു ഡിവൈസ് ബാക്കി എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈച്ച് ആൻഡ് എവറി കമ്പ്യൂട്ടർ ആയിട്ട്, ഒരു നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് ടോപ്പോളജിയിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് മെഷ് ടോപ്പോളജി. എന്താണ് ടോപ്പോളജി അറിയോ? ടോപ്പോളജി എന്താ? ടോപ്പോളജി എന്താണെന്ന് അറിയോ? ഓക്കെ, ടോപ്പോളജി എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റത്തിലെ നമ്മൾ എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിലെങ്ങനെയാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് അതിനെയാണ് ടോപ്പോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ലേ ഔട്ട്, അതെങ്ങനെയാണ് കണക്ട് ചെയ്തത്, ആൻഡ് അതിൽ ഡേറ്റ എങ്ങനെയാണ് എവിടുന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നതാണ് ടോപ്പോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോപ്പോളജി. ടോപ്പോളജി എന്ന് വെച്ചാൽ ലേ ഔട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഡിവൈസസ് ആൻഡ് ഹൗ ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ദം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടേഴ്സ് ഡിവൈസുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ ഡേറ്റ എവിടുന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ടോപ്പോളജി. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് മെഷ് ടോപ്പോളജി,
ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് സ്റ്റാർ ടോപ്പോളജി. ഫസ്റ്റ് വൺ നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷ് ടോപ്പോളജി. Mesh topology, each communicating device is connected with every other device in the computer network. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണത്. ഓക്കെ, എന്ന് വെച്ചാൽ I'll show you a picture. ഈ പിക്ചറിൽ ഒന്ന് നോക്കൂ. ഡിഫറെന്റ് ടോപ്പോളജീസിന്റെ പിക്ചർ ആണിത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് നോക്കിയാൽ. മെഷ് ടോപ്പോളജി കണ്ടോ? ഓരോ ഡിവൈസും ബാക്കി എല്ലാ ഡിവൈസുമായിട്ട് ഓക്കെ കാണുന്നുണ്ടോ? മെഷ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസും ബാക്കി ഡിവൈസുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഒരു ഡിവൈസിലുള്ള ഡേറ്റ എല്ലാ ഡിവൈസിലേക്കും ഫ്ലോ ചെയ്യും. ഓക്കെ, ദെൻ റിംഗ് ടോപ്പോളജിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡിവൈസ് അതിനടുത്തുള്ള രണ്ട് ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് എ റിംഗ്, ഇങ്ങനെ ഒരു റിംഗ് പോലെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആൻഡ് അതിന്റെ ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സെൻട്രൽ ഹബ്ബ് ഉണ്ട് ഇവിടെ കണ്ടോ? ഈ സെൻട്രൽ ഹബിലേക്ക് എല്ലാ ഡിവൈസുകളും ഈ ഒരു സെൻട്രൽ ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഈ എല്ലാ ഡിവൈസിലുള്ള ഡാറ്റാസും ഈ സെൻട്രൽ ഹബിലേക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സെൻട്രൽ കേബിൾ ഉണ്ട്. ഓക്കെ, ഈ കേബിളിനെയാണ് പറയുന്നത് ബസ് അല്ലെങ്കിൽ ബാക്ക് ബോൺ. ഓക്കെ, ഈ ബാക്ക് ബോണിലേക്കാണ് ഓരോ ഡിവൈസും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ ഡിവൈസിൽ നിന്നുള്ള ഡാറ്റയും ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ബസ്സിലേക്കാണ്. ക്ലിയർ? ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്: മെഷ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി ആൻഡ് ബസ് ടോപ്പോളജി. ഓക്കെ, മെഷ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസും ആ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അഞ്ച് ഡിവൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 4 കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ റിംഗ് ടോപ്പോളജിയിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള കണക്ഷൻ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടോപ്പോളജി മെഷ് ടോപ്പോളജിയാണ്. കാരണം ഒരു ഡിവൈസിലുള്ള എല്ലാ ഡേറ്റാസും ബാക്കി എല്ലാ ഡിവൈസിലേക്കും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിലിറ്ററിയിൽ അതുപോലെ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് മെഷ് ടോപ്പോളജിയാണ്. ഓക്കെ, ദെൻ റിംഗ് ടോപ്പോളജിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡിവൈസ് രണ്ട് ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ലൈക്ക് എ റിംഗ്. ആൻഡ് ഇത് ഒരു വൺ ഡയറക്ഷനിലായിട്ടാണ് ഇതിന്റെ ഡാറ്റ ഫ്ലോ ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിൽ ആയാൽ എല്ലാം പോകും. ദെൻ സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി ഇവിടെ ഒരു സെൻട്രൽ ഹബ്ബ് കാണാം, ഈ സെൻട്രൽ ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ബസ് ടോപ്പോളജി. ഇവിടെ ഒരു ബസ് കാണാം, ഒരു സെൻട്രൽ റിബ് കാണാം, ബാക്ക് ബോൺ. ഓക്കെ, കേബിൾ. ഈ കേബിളുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാ ഡിവൈസും. ദാറ്റ് ഇസ് ബസ് ടോപ്പോളജി. ഓക്കെ, എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യം ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ വെച്ചിട്ടാ. ഓക്കെ, മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് ഈച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ് ഈസ് കണക്റ്റഡ് വിത്ത് എവറി അതർ ഡിവൈസ് ഇൻ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റിഡൻഡൻസി ആണ്, റിലയബിലിറ്റി ഉണ്ട് ഇതിന്. ഓക്കെ, ഹൈ ലെവൽസ് ഓഫ് റിഡൻഡൻസി ആൻഡ് റിലയബിലിറ്റി നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പാത്ത് ഉണ്ട്. ഇതിന്റെ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് മൾട്ടിപ്പിൾ, ഓരോ ഡിവൈസിൽ നിന്നും ബാക്കി എല്ലാ ഡിവൈസിലേക്കും ഇതിന്റെ ഡാറ്റ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായിട്ട്, റിലയബിലിറ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള എൻവയൺമെന്റിൽ ലൈക്ക് മിലിറ്ററി അപ്ലിക്കേഷൻസിലും ഫിനാൻസ് സെക്ടേഴ്സിലും ഒക്കെയാണ് മെഷ് ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബസ് ടോപ്പോളജി നമ്മൾ ഫിഗറിൽ കണ്ടതുപോലെ നടുവിലായിട്ട് ഒരു ബസ് ഉണ്ടായിരിക്കും, ലൈക്ക് ബാക്ക് ബോൺ. അത് സെൻട്രൽ കേബിൾ, ആ സെൻട്രൽ കേബിളുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാ ഡിവൈസും. ഓക്കെ, അതിന്റെ കണക്ഷൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഏതെങ്കിലും ഒന്ന് ആ ഒരു സെൻട്രൽ കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചിട്ടാണെങ്കിൽ ബസ് ടോപ്പോളജി കംപ്ലീറ്റ്ലി പോകും. അതാണ് സംഭവം. ദെൻ റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജിയിൽ ഒരു ഡിവൈസ് രണ്ട് ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു റിംഗ് പോലെ. ആൻഡ് അതിൽ ഡേറ്റ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക. ദെൻ സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ സെൻട്രൽ ഹബ്ബുമായിട്ട് ബാക്കി എല്ലാ ഡിവൈസും കണക്റ്റഡ് ആണ്. ക്ലിയർ ആണോ?
ഓക്കെ ഫൈൻ. അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ടോക്ക്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്. ഓക്കെ. 2004 ഫേസ്ബുക്ക്, 2005 യൂട്യൂബ്, 2006 ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം 2010 ആൻഡ് ലാസ്റ്റ് വൺ 2016 ടിക്ടോക്ക് വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മ്യൂസിക് പ്ലെയേഴ്സിന് ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാനായിരുന്നു ഓഡിയോ കാസറ്റ്, CD, റേഡിയോ, ഗ്രാമഫോൺ, DVD. ഓക്കെ. ഇതിൽ ഗ്രാമഫോൺ ഫസ്റ്റ് വരുന്നുണ്ട്, ദെൻ റേഡിയോ, ഓഡിയോ കാസറ്റ്, CD, ലാസ്റ്റ് വൺ DVD. ദെൻ 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ് ഏതായിരുന്നു അതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ദാറ്റ് ഇസ് കണക്ട്. ഓക്കെ. ക്ലിയർ, കൺസൈസ്, കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ്. അത്രയാണ് 4 C's ഓഫ് സക്സസ്ഫുൾ റൈറ്റിംഗ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നമ്മളത് പറഞ്ഞു. സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, സെമാന്റിക് ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയർ, ടെക്നിക്കൽ, ഫിസിക്കൽ, പേഴ്സണൽ. ദെൻ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് മിത്ത് ആണോ ട്രൂത്ത് ആണോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു. ദെൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ കുറിച്ചായിരുന്നു ചോദിച്ചത്, ന്യൂസ് റീഡർ. ആൻഡ് 7th ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ മീഡിയ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്? റിലയബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ദെൻ ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും സിറ്റീസും മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഭാരതേന്ദു നാട്യ അക്കാദമി, ദെൻ ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് TV, നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ മെഷ് ടോപ്പോളജിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ ദെൻ താങ്ക് യു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം.